പണ്ടുണ്ട് രാജാവിളെ ഒരുപാട് അടുത്ത് ഇപ്പൊ രണ്ടാഴ്ചയും മുന്നേ ഒരു ഷൂട്ടിംഗ് പറയുന്നത് 2 ആഴ്ച മുന്നേ ഒരു പടം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് വിരുന്ദിനെ ചൊല്ലി വിരുന്ത് തമിഴാ മലയാളം അഭിനയിച്ച നാടൻ മറ്റേ തമിഴ്നാട് അർജുൻ. അപ്പോൾ മലയാള സിനിമയിലെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോ ഈ കാണുന്ന അമ്മച്ചിക്കൊട്ടാരം. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരുപാട് പഴക്കമുള്ള ഒരു കൊട്ടാരാണ് അമ്മച്ചിക്കൊട്ടാരം. വളരെ മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊട്ടാരമാണ് നമ്മുടെ ഈ അമ്മച്ചിക്കൊട്ടാരം. JD മൺറോ സാഹിബാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ ചെറിയ അകത്തളങ്ങൾ, ചെറിയ 3 കിടപ്പുമുറികള്, 2 ഹാളുകള്, ഒരു സ്വീകരണ മുറി, അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ഒരു കൊട്ടാരമാണിത്. മലയാളത്തില് വളരെ ഫേമസ് ആയിട്ടുള്ള കാർബൺ സിനിമയുടെ 2ാം പകുതി പൂർണ്ണമായും ചിത്രീകരിച്ചത് ഈ ഒരു ബംഗ്ലാവിലാണ്. തിരുവിതാംകൂർ രാജ്ഞിയുടെ വേനൽക്കാല വസതിയായിരുന്നു ഈ അമ്മച്ചിക്കൊട്ടാരം. തിരുവിതാംകൂർ ആ താഴ്ഭരണ കാലത്ത് ഇവിടുത്തെ സഹോദരിക്കാണ് റാണി പദവി ഉണ്ടായിരുന്നത്. രാജാവിന്റെ പത്നിക്ക് ഈ അമ്മച്ചി പദവിയും, അങ്ങനെയാണ് ഇതിന് അമ്മച്ചി കൊട്ടാരം എന്നുള്ളൊരു പേര് വരുന്നത്. ഏതായിരുന്നാലും ഇന്ന് ഈ ഒരു അമ്മച്ചി കൊട്ടാരം അതിന്റെ ആ ഒരു പ്രൗഢിയും മറ്റൊക്കെ പോയി ആകെ ശോഷിച്ച് പൊളിഞ്ഞു വീഴാറായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ഇന്നിപ്പോ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT കമ്പനിയുടെ കയ്യിലാണ് ഇന്നിപ്പോ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അടുത്തൊക്കെ ആയതെങ്കിൽ ചിലപ്പോ ഇത് സംരക്ഷിക്കപ്പെട്ടേനെ. ഇന്ന് പക്ഷേ അതൊന്നും സംരക്ഷിക്കപ്പെടാതെ ഇത് പൊളിഞ്ഞു വീഴാറായിട്ട് അതിന്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഇവിടെ ധർമ്മരാജൻ അവർ മാത്രം, അവരുടെ കുടുംബം, അവരും അദ്ദേഹത്തിന്റെ വൈഫും മാത്രം താമസിച്ചു പോരുകയാണ് ഇവിടെ. ഏതായിരുന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നപ്പം. കാരണം ഒരു പഴയ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ കാണാനും ഇതിനെ അറിയാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ വഴിക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കുട്ടിക്കാനത്തെ അമ്മച്ചിക്കൊട്ടാരം. തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മള് അവിടുന്ന് അമ്മച്ചിക്കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പീരുമേട് അല്ലെ, പീർ മുഹമ്മദ് വലിയുല്ലാഹിയുടെ ജാറുണ്ട് ഇവിടെ, അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റിലൂടെയാണ് ഇതിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ പീർ മുഹമ്മദ് വലിയുള്ളാഹിയുടെ ഒരുപാട് ഹിസ്റ്ററി, എല്ലാത്തിനും ഹിസ്റ്ററി ഉണ്ടെന്ന്. എല്ലാം നമുക്ക് ഈ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം നമുക്ക് പറയാനുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പോയിന്റ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. അപ്പോൾ പീർ മുഹമ്മദിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ അദ്ദേഹം വന്ന് താമസിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം. നമുക്ക് ഏതായിരുന്നാലും അവിടെ തട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങനെ നടന്നിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമ്മൾ പീർ മുഹമ്മദ് വലിയുല്ലാഹിയുടെ ഇവിടുത്തെ മഖ്ബറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പീർ മുഹമ്മദ് വലിയുല്ലാഹി ഖാദിരി ഷത്താരി റളിയല്ലാഹു അൻഹു. ജനന സ്ഥലം കന്യാപുരം, തമിഴ്നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. പിന്നെ ആത്മീയ സരണി ഖാദിരി ഷത്താരി. സമകാലികര് ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി. AD 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് മഹാൻ ഇവിടെ എത്തി. അപ്പോൾ ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിക്കേണ്ടതാണ്. മക്കാമിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മക്ബറ കേട്ടോ. അമ്മച്ചിക്കൊട്ടാരവും അതുപോലെ തന്നെ പീരുമേട്ടിലുള്ള പീർ മുഹമ്മദ് വലിയുല്ലാഹിയുടെ മക്ബറയും കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലൂസിഫറിലെ പള്ളി അല്ലെ, മലയാളം സിനിമ മോഹൻലാലിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ലൂസിഫർ.
അതിലെ പള്ളി, അതിലൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, വളരെ നല്ല മനോഹരമായ ഡിസൈനിൽ ചെയ്തിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ലൂസിഫറിന്റെ പള്ളിയിൽ കാണാം പോലെ. ബൈ.